എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MBBS BDS കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഫേസ് MBBS BDS കോഴ്സിലേക്കുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു PDF കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, അതുപോലെ ഏത് കോട്ടയിലാണ്, SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അപ്പോൾ ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇത് ഏകദേശം 191 പേജ് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു PDF വ്യൂവറിലുള്ള സെർച്ച് ബാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ്, MBBS ആണോ BDS കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഒരു നിശ്ചിത ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിൽ, അതായത് മെഡിക്കൽ ആൻഡ് ദന്തൽ കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് MBBS BDS കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ 28-ാം തീയതി പ്രസിദ്ധീകരിച്ച താൽക്കാലിക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പരാതികളൊക്കെ പരിഹരിച്ച ശേഷമാണ് പരിഗണിച്ച ശേഷമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഹോം പേജിൽ, അതായത് ലോഗിൻ ചെയ്ത ശേഷമുള്ള ഹോം പേജിൽ ലഭ്യമാണ്. ഹോം പേജിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കണം. അതുപോലെ അതിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അതുപോലെ തന്നെ നമ്പർ, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, അതുപോലെ തന്നെ ഫീസ് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഗവൺമെൻറ്റിലാണ് കിട്ടിയത് എങ്കിൽ ഏകദേശം 23,000 സംതിങ് രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു BDS കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 20,000 സംതിങ് രൂപയാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ ഫീസ് വരുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഡാറ്റാ ഷീറ്റിൻ്റെയും ഒരു എക്സ്ട്രാ കോപ്പി, അതായത് 2 വീതം കോപ്പികൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റാ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും പിന്നീട് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, പ്രോസ്പെക്ടസ് ക്ലോസ് 11.A.1 അതിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിവ കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ, അതായത് പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്, അടച്ച ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 30/8/2024 മുതൽ, അതായത് ഇന്ന് മുതൽ ഈ ഒരു 5/9/2024, അതായത് സെപ്റ്റംബർ 5-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതുപോലെ OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർക്കും, അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ സർക്കാർ ഉത്തരവനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ടോക്കൺ ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് സ്വാശ്രയ, അതുപോലെ മൈനോറിറ്റി, അതുപോലെ തന്നെ NRI സീറ്റിലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ച പ്രകാരമുള്ള ഫീസ് അടക്കേണ്ടതും ഫീസ് ഇളവിന് അർഹത ഇല്ലാത്തതും ആണ്. അതുപോലെ തന്നെ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഈ വർഷത്തെ ഫീസ് ഘടന നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഫീസ്, അതായത് 2023-24 വർഷത്തെ ഫീസാണ് നിലവിൽ അടക്കേണ്ടത്. അപ്പോൾ പുതിയ ഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ്, അധിക ഫീസ് വരികയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ അടക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, അതുപോലെ തന്നെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, വിസയുടെ കാലാവധി സംബന്ധിച്ച് സ്പോൺസറിൽ നിന്നുള്ള സാക്ഷ്യപത്രം സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, പ്രവേശന പരീക്ഷാ കമ്മീഷൻ തീരുമാനിക്കുന്ന MBBS BDS 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ തീയതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കാലാവധിയുള്ള വിസ അക്നോളജ്മെൻറ്റ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് ന്യൂനത പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിശ്ചിത സമയത്തിനകം ഈ ഒരു കാര്യങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ NRI, അതുപോലെ തന്നെ ഈ ഒരു NRI കാറ്റഗറിയിൽ ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അതുപോലെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്കുലർ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചവരിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു പ്രവേശനം നേടാതെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. നിശ്ചിത സമയത്തിനകം അഡ്മിഷൻ എടുക്കാത്തവരുടെയും അഡ്മിഷൻ എടുത്ത ശേഷം TC വാങ്ങുന്നവരുടെയും രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.